എനിക്ക് BJP-യുടെ പ്രതിനിധിയോടാണ് ചോദ്യം ചോദിക്കാനായിട്ടുള്ളത്. നമ്മുടെ ആരാധനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കേരളത്തിലെത്തിയപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കൊരു ഗ്യാരണ്ടി കൊടുക്കുകയുണ്ടായി. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ മോദിയുടെ ഗ്യാരണ്ടി. ഈ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി അധികാരത്തിലിരുന്നപ്പോഴാണ് കാശ്മീരിലെ കത്വയിൽ 8 വയസ്സ് മാത്രം പ്രായമുള്ള ആസിഫ ബാനോ എന്ന് പറഞ്ഞൊരു പാവപ്പെട്ട പെൺകുട്ടി ഈ അമ്പലത്തിനകത്ത് വെച്ച് ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ടത്. തൊട്ടപ്പുറത്ത് ഉത്തർപ്രദേശിൽ ഉന്നാവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു 17-കാരി കൊല്ലപ്പെട്ടപ്പോൾ അതിലെ പ്രതിയായിരുന്നത് BJP-യുടെ MLA ആയിട്ടുള്ള കുൽദീപ് സിംഗ് ആയിരുന്നു. ഹത്രസിനകത്ത് കൂട്ടബലാത്സംഗം ചെയ്തൊരു 17-കാരി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയപ്പോൾ അവിടുത്തെ പോലീസായിരുന്നു ഇരുചെവി അറിയാതെ രാത്രിയിൽ ആ മൃതദേഹം കത്തിച്ചു കളഞ്ഞത്. മണിപ്പൂരിനകത്ത് 2 പാവപ്പെട്ട പെൺകുട്ടികളെ ഉടുതുണിയില്ലാതെ നടത്തിയിട്ട് പോലും ആ കാഴ്ച വീഡിയോ എടുത്ത് ലോകത്തിന് മുമ്പിൽ കാഴ്ചവെച്ചത് അവിടുത്തെ BJP-കാരായിരുന്നു. 2 പെൺകുട്ടികൾ മണിപ്പൂരിനകത്ത് പച്ചയ്ക്ക് ചുട്ടുകൊന്നത് BJP ആയിരുന്നു. ഇതെല്ലാം പോയിട്ട് ഈ നമ്മുടെ ഗുജറാത്തിനകത്ത് വർഗീയ കലാപത്തിൻ്റെ ഭാഗമായിട്ട് ബിൽക്കിസ് ബാനു എന്ന് പറയുന്നൊരു പാവപ്പെട്ട പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ശിക്ഷിക്കപ്പെട്ട പ്രതികളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് മുൻകൈയിട്ട് നിന്നത് അവിടുത്തെ BJP-യുടെ ഗവൺമെന്റ് ആയിരുന്നു. ആ തീരുമാനത്തിന് രണ്ടാമത് കോടതി ഒരു അധികാരത്തിന് പുറത്തുനിന്നുകൊണ്ടാണ് സർക്കാർ തീരുമാനം എടുത്തെന്ന് പറഞ്ഞ് ആ ഉത്തരവ് റദ്ദാക്കുകയും രണ്ടാമത് വീണ്ടും ജയിലിനുള്ളിലാണ്. ആ നരേന്ദ്രമോദിയാണ് കേരളത്തിനകത്ത് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഗ്യാരണ്ടി പറഞ്ഞത്. എന്ത് നാണക്കേടാണെന്ന്. ഹലോ, സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച് ചോദിച്ച ചോദ്യം കൊള്ളാം. കാരണം നമ്മളിപ്പോൾ കേരളത്തിലാണ് നിൽക്കുന്നത്. കേരളത്തിൽ സ്ത്രീകളെല്ലാം സുരക്ഷിതരാണെങ്കിൽ ഈ പറയുന്ന ചോദ്യത്തിന് അർത്ഥമുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാശ്മീരിൽ ഒരു കുട്ടിയെ പീഡിപ്പിച്ചു, ഉത്തർപ്രദേശിൽ കുട്ടിയെ പീഡിപ്പിച്ചു, പക്ഷെ നിങ്ങൾ ഒരു ചോദ്യം പറഞ്ഞില്ല. പശ്ചിമ ബംഗാളിൽ സന്ദേശ് ഖാലി എന്ന് പറയുന്ന ഒരു സ്ഥലത്തൊരു സംഭവം ഉണ്ടായി. അറിഞ്ഞായിരുന്നോന്നു? ഒരാഴ്ചക്ക് മുമ്പാണ്. സന്ദേശ് ഖാലിയിൽ ഒരു കുട്ടിയെ പീഡിപ്പിച്ചു. പെൺകുട്ടിയെ പീഡിപ്പിച്ചത് ആരെന്നറിയാമോ? മുസ്ലിം തീവ്രവാദ സംഘടനയിൽപ്പെട്ട ആൾക്കാർ പീഡിപ്പിച്ച് കുട്ടിയെ കൊലപ്പെടുത്തി. അത് പീഡനമല്ല. ആ ചേട്ടൻ കറക്റ്റ് ഉത്തരം പറഞ്ഞു. അത് പീഡനമല്ല. ഇവിടെ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിനടുത്ത് കഴക്കൂട്ടത്തിനടുത്ത് ഒരു പെൺകുട്ടിയെ ആളൊഴിഞ്ഞ വീട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച് പുറത്തിട്ടു. അത് പീഡനമല്ല. ചേട്ടൻ തന്നെ മറുപടി പറഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ ചേട്ടൻ തന്നെ പറയുന്നുണ്ട്. അപ്പോ കേരളത്തിലെ പൊതുസംഭവം ഞാൻ പറയട്ടെ. അവിടെ ആവേശം വേണ്ട പ്ലീസ്. അവിടെ ഓക്കെ. അപ്പോ നിങ്ങൾ കാശ്മീരും കേരളത്തിലെ പൊതുജനങ്ങൾ തന്നെ മറുപടി പറയാനുണ്ട്. കാശ്മീരും ഹത്വയും ഉത്തർപ്രദേശൊക്കെ പോകുന്ന സമയത്ത് കേരളത്തിൽ ഓരോ ദിവസവും എത്ര സ്ത്രീ പീഡനങ്ങൾ നടക്കുന്നുണ്ട്, എത്ര സ്ത്രീകൾക്ക് പൊതുനിരത്തിൽ അസഭ്യ വർഷം കഴിയുന്നുണ്ട്. അത് ആ കാര്യത്തിൽ ഒത്തിരി വിഷയങ്ങൾ കേരളത്തിൽ പറയാനുണ്ട്. അപ്പൊ ഉത്തർപ്രദേശും കാശ്മീരും മാത്രം ചിന്തിക്കാതെ വല്ലപ്പോഴൊക്കെ ഞാൻ പറഞ്ഞ കേട്ടില്ലേ? അല്ല പറയട്ടെ പറഞ്ഞില്ല. നടപടി എടുത്തിട്ടുണ്ട്. എല്ലാ കേസിലും കേരളത്തിൽ നടപടി എടുത്തിട്ടുണ്ട്. എന്ത് വിഷയം ഉണ്ടാകുമ്പോഴും ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രി പറയാറുണ്ട് സംഭവിക്കാൻ പാടില്ലാത്തതാണ്, അത് സംഭവിച്ചു പോയി. ഇനി എന്ത് നടപടി എടുത്തെന്നാണ് പറഞ്ഞത്? മറുപടി പറയുമ്പോ അസഹിഷ്ണുത പാടില്ല. മറുപടി പറഞ്ഞ കേൾക്കണം. കാശ്മീരും ഉത്തർപ്രദേശും ബീഹാറും ഒക്കെ പോകുന്ന സമയത്ത് കേരളത്തിൽ ഒട്ടനവധി പെൺകുട്ടികൾ പീഡിക്കപ്പെടുന്നുണ്ട്. ഒരു കേസും എടുക്കുന്നില്ല. കേസെടുക്കാതെ പോലീസ് തിരിഞ്ഞു നിൽക്കുന്നു. കേരളത്തിലെ പോലീസിനെ ഭരിക്കുന്നത് CPM. എത്ര സംഭവമുണ്ട്? ചേട്ടൻ മറുപടി പറയുമ്പോ തിരിച്ച് ചേട്ടൻ പറയുമ്പോൾ മറുപടി പറയാൻ എനിക്കും അറിയാം. ചേട്ടാ അവിടെ ഇരിക്കേ. ഒരു കേസല്ല, ഒട്ടനവധി കേസുണ്ട്. ഉത്തർപ്രദേശ് ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും കേന്ദ്രം കൃത്യമായി നിലപാടെടുത്തിട്ടുണ്ട്. BJP ഭരിക്കുന്ന രാഷ്ട്രങ്ങളിൽ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കേസ് എടുത്തിട്ടുണ്ട്. അവർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്.